പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലേ, ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായേ. ഗ്രിഗറി ജോസഫ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് കവിത എന്നാണ്. ഗ്രിഗറി ജോസഫ്, കവിത, ഇവരെല്ലാം ഫാമിലി സഹിതം കാനഡയിലാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗ്രിഗറി ജോസഫിന് ഈ ഇറ്റിനറൻ്റായിട്ടുള്ള ഇങ്ങനെ സാധനങ്ങളെ ഏജൻസിയായിട്ട് എത്തിച്ചു കൊടുക്കുന്ന എന്ത് ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം വേതനമാക്കി പുള്ളിക്ക് കാനഡ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ പുള്ളി ഉടമ്പടി വന്നതിന് ശേഷം ഉടമ്പടി പുള്ളി കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോൾ ദൈവം നമ്മോട് കരുതൽ കാണിച്ചത്, ഇപ്പോൾ ഞാൻ നിനക്ക് ഇളവ് ചെയ്ത പോലെ നീയും ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നില്ലേ. മത്തായി 18:33. മത്തായി 18:33. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ. ചില ആൾക്കാർക്ക് സങ്കടമൊക്കെ വേണ്ട നിൽക്കണമെങ്കിൽ ഒരു പരിചയമില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കും, എന്താ സങ്കടമാണല്ലോ, വല്ല കുഴപ്പമുണ്ടോ, സഹായിക്കണോ എന്നൊക്കെ ചോദിക്കൂ. അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ അവർ ഉടമ്പടി, കറക്റ്റ് ഉടമ്പടി ഫോളോ ചെയ്യണമെന്ന്. അപ്പോൾ ഒരിക്കൽ ഗിരിഗിരി പറഞ്ഞേ, കർത്താവേ, എൻ്റെ ജോലി ഇത്തിരി ശമ്പളം കുറവാണ്, എനിക്കൊരു പുതിയ ജോലി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു പറയും. അപ്പോൾ എന്നിട്ട് ഇവർ എവിടെയോ ഓൺലൈനിൽ വന്ന ഒരു സ്ഥലത്തേക്ക് ഗിരിഗിരി വിളിക്കുമ്പോൾ അവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്യും. വൈകുന്നേരം റെസ്പോണ്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ച് വിളിക്കും. ഒരു ചേട്ടത്തി വിളിക്കും, കാനഡയിൽ ഒരു ചേട്ടത്തി വിളിക്കാൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, എൻ്റെ ജോലി ഇതാണ്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ, ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഏജൻസി ഇല്ലെന്ന് പറയും. എന്നിട്ട് ആ ലേഡി പറയുവേ, ലെറ്റ് us think about it എന്ന് പറയാം. ഇല്ലെങ്കിൽ ഞങ്ങളെ ഇപ്പം നിങ്ങളെ വിളിച്ചില്ലേ, അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഏജൻസി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന്. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ സ്ഥാപനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറയും. പെട്ടെന്നായിരുന്നു ആ സംഭവം. അവിടെ അവരുടെ സ്ഥാപനം ഉണ്ടാക്കി ഞങ്ങൾക്ക് ജോലിയും കൊടുത്ത്, അതല്ല 3 മാസത്തിനുള്ളിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലറിൻ്റെ അവാർഡും കിട്ടി. അപ്പം ദൈവത്തിനടുത്ത് ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ദൈവത്തിനടുത്തുണ്ട്. പക്ഷെ നമ്മളൊരു മെനയാകത്തില്ല, അതാണ് നമുക്ക് പ്രശ്നം. അങ്ങനെ ചെയ്താൽ ഉടമ്പടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ നഷ്ടമല്ലേ വരുന്നത്, ഉടമ്പടി എന്നും പറഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ ഉള്ളതും കൂടി ഇല്ലാണ്ടാകത്തില്ലേ എന്നൊക്കെ ചിന്തിച്ച്, മാനുഷികമായി ചിന്തിച്ച് ദൈവത്തെ ഉടമ്പടിയെയും ചില കോണറിൽ നമ്മൾ അടുപ്പിക്കത്തില്ല. അതാണ് ഈ പന്നി ചോദിച്ചില്ലേ ഒരിക്കലേ, പന്നിക്കഥകളിലുള്ളതാണത്. ലഗ്യോൻ പറയണില്ലേ, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമെന്ന്. അപ്പോൾ ആ ഒരു വകുപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും വിഷയത്തിൽ ദൈവം ഇടപെടരുതെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ദൈവം ഇടപെട്ടിട്ടില്ല. ഇതൊരു ബ്ലാങ്ക് പേപ്പറാണ്. എന്താ കാര്യം? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം ഇടപെടരുതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടിയിൽ ദൈവം ഇടപെട്ടിട്ടേയില്ല. 4 മാസങ്ങൾ കഴിഞ്ഞപ്പം തന്നെ ഒരു ബ്ലീഡിങ് വന്നപ്പം തന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും അതുപോലെ തന്നെ അന്നേരവും ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം ചേർത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ബ്ലീഡിങ്ങൊക്കെ നിന്നു. പിന്നെ ബെഡ് റെസ്റ്റ് ആയിരുന്നു, ഫുൾ ടൈം കിടപ്പായിരുന്നു. ഒരു
8 മാസത്തോളമൊക്കെ ആയിരുന്നു. എന്നാലും ഒരു 5-ാം മാസവും അതുപോലെ തന്നെ 8-ാം മാസവും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ വീണ്ടും ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്നേരം എല്ലാം മാതാവ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓപ്പറേഷനായിരുന്നു. ഓപ്പറേഷനിലോടുകൂടി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടായ ആ കുഞ്ഞ്. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് എന്നാണ് എൻ്റെ ഉറപ്പായ വിശ്വാസം. അത് തന്നെയാണ്. കാരണം ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ട് അപ്പം നമുക്ക് അതിനൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പം ഇവിടെ വന്നതിന് ശേഷം തന്നെ പ്രാർത്ഥനയിലൂടെ തന്നെയാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മാതാവ് ഞങ്ങൾക്ക് തന്നതാണെന്നുള്ളൊരു വ്യത്യാസം. അതുപോലെ തന്നെ എൻ്റെ സഹോദരിയും ഭർത്താവും അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഒരു 5-6 വർഷത്തോളം ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് നിന്നിരുന്നു. അപ്പം ഞാൻ ആ ഒരു കാര്യവും ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ 2ാമത്തെ ഇതായിട്ട് ഞാൻ അതാണ് വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ സഹോദരിയുടെ കാര്യം, അവരുടെ പിണക്കങ്ങളെല്ലാം മാറി 2 പേരും ഒന്നിക്കണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുമായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയ സമയത്ത്, തിരിച്ച് പോരുന്ന സമയത്ത് ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോന്നു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിയുടെ ഭർത്താവ് വീട്ടിൽ വരികയും എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും എൻ്റെ ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിട്ടാണ് തോന്നുന്നത്. കാരണം ചേച്ചിയുടെ ഭർത്താവ് എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യമുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കാര്യം. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടൊന്നും സംഭവിക്കാതെ ഇരുന്നിട്ട് അവരുടെ മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് സഹോദരിയെ ചേട്ടൻ കൂട്ടിക്കൊണ്ട് പോയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലം എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ എഴുതാൻ ഒരു താമസമായിരുന്നു. വേറെ പ്രശ്നങ്ങളോ എന്തായാലും നടക്കുന്നില്ല. എല്ലാവരും അച്ഛൻ്റെ മരണശേഷം ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് അത് എഴുതിയത്. അപ്പോൾ അത് എല്ലാവരും കൂടി വന്നിട്ട് അതൊന്നും പേരിൽ എഴുതാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം അതും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അതും കാര്യത്തിലൊരു അതും നടന്നു വന്നു. പിന്നെ ഞാൻ 2019 തന്നെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അടുത്ത അഖണ്ഡ ജപമാല റാലിയിൽ എടുത്തോളാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുമായിട്ട് ഞാൻ 2022 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പം ഇപ്പം എനിക്ക് അതാണ് മാതാവിനെ ഞാൻ മാതാവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കൂടെ മാതാവിൻ്റെ പത്രം വിതരണം ചെയ്യാനും അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ വിചാരവും. പിന്നെ ഇത്രയും എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഇത്രയും താമസിച്ചതിൽ മാതാവിനോടും തിരുകുമാരനോടും ഞാൻ ക്ഷമാപണം നടത്തിക്കൊള്ളുന്നു. ഞാൻ 2023 ഫെബ്രുവരി 13-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച 2 കാണാൻ തുടങ്ങി. ഞങ്ങളപ്പോൾ ഒരു കണ്ണ് ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ അവൻ്റെ തലയിലൊരു ചെറിയൊരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. MRI എടുത്തപ്പോൾ ഒരു ചെറിയ മുഴയുണ്ടെന്ന് പറഞ്ഞ് അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്താലും കണ്ണിൻ്റെ കാഴ്ച ഡബിൾ വിഷനായിട്ട് തന്നെ തുടരണമെങ്കിൽ 2ാമതും ഒരു സർജറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതറിഞ്ഞപ്പോൾ തന്നെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ മകന് വേണ്ടി. അവൻ്റെ സർജറി ഒരു കുഴപ്പവും കൂടാതെ കഴിയണേ, അവന് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോക്കളാമെന്ന് മാതാവിനോട് പറഞ്ഞു. അങ്ങനെ മെയ് 8-ാം തീയതി സർജറിക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ
മാതാവിൻ്റെ കാശ് രൂപം നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലവും കുരിശും വരച്ചു. സർജറിക്ക് കയറ്റി. 7 മണിക്ക് സർജറിക്ക് കയറ്റിയിട്ട് വൈകിട്ട് 3 മണിക്കാണ് കഴിഞ്ഞത്. ബോധം വീണ് അവന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാഴ്ച ഗുളിക കഴിക്കാൻ പറഞ്ഞ് ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗുളിക നിർത്തിയിട്ട് കണ്ണിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ണൊക്കെ അവന് സുഖമായി, ഒരു കുഴപ്പവുമില്ല. പിന്നെ അത് ആ മുഴയുടെ ഒരു ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചപ്പോൾ അത് ക്യാൻസറിൻ്റെ ലക്ഷണം ഉണ്ടെന്ന് അവർ പറയുകയുണ്ടായി. 1 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ അവരെഴുതി തന്നു. ഞാനപ്പോൾ അവനെയും കൊണ്ട് ഇവിടെ വന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കാണിച്ചു. അച്ഛൻ തലയിൽ അച്ഛൻ്റെ കൈ അവൻ്റെ തലയിൽ വെച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ അവന് ഒരു കുഴപ്പവുമില്ല. ആ മുഴ ഒരു സ്പ്രെഡുമായിട്ടില്ല, ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ ഒരു ലക്ഷണങ്ങളുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൻ ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവനായിരിക്കുന്നു. അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നെ അടുത്ത നിയോഗം ഞാൻ വെച്ചത് എൻ്റെ മകന് പുറത്തോട്ട് പോകാനുള്ള അവസരത്തിന് വേണ്ടിയാണ്. പേപ്പറുകളൊക്കെ ശരിയാകുന്നുണ്ടായി, ഒന്നും ശരിയാകണില്ല. പേപ്പറുകളൊക്കെ കൊടുത്തിട്ടും ഒന്നും ശരിയാകണുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, നിയോഗത്തിൽ വെച്ചു. ഒരാഴ്ച കൊണ്ട് അവന് വിസ വന്നു, ടിക്കറ്റ് ശരിയായി. ഞങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായി. ആ പൈസയൊക്കെ മാതാവ് ശരിയാക്കി തന്നു. അവന് പുറത്തോട്ട് പോകാൻ പറ്റി. അവന് അവിടെ ജോലിയായി, അവൻ സുഖമായിരിക്കുന്നു. അതും അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു നിയോഗത്തിൽ എഴുതാത്ത ഒരു സംഭവമുണ്ടായി. ഞാൻ അത് നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അമൃതയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു. അപ്പോൾ ബ്ലാഡറിൽ സ്റ്റോൺ ആണെന്നാണ് പറഞ്ഞത്. മൂത്രം പോകാനൊക്കെ ട്യൂബ് ഇട്ടാക്കണ്. മൂത്രമാണെങ്കിൽ ബ്ലഡ് കളറായിട്ടാണ് പോണത്. പെട്ടെന്ന് തന്നെ അവർ സ്കാൻ ചെയ്ത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. വലിയൊരു സ്റ്റോണാണ്. സർജറിക്ക് കയറ്റി സർജറി ചെയ്തു. പക്ഷേ ആ സർജറി ചെയ്തപ്പോൾ ആ ബ്ലാഡറിൽ ഒരു സ്റ്റോണിൻ്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. ആ സ്റ്റോൺ മാതാവ് മാറ്റി തന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പത്രമൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഞാൻ മാതാവിൻ്റെ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞ് ഞാൻ 2-3 പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. പിന്നെ രോഗികളെ കാണാൻ ഹോസ്പിറ്റലിൽ പോകും. ഇത്രയൊക്കെ ചെയ്തു തന്ന അമ്മക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. 2022 ജനുവരി മാസം 9-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്താണ്. എൻ്റെ പേര് തോമസ് വർഗീസ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി. ഞാൻ മദ്യപാനവും പുകവലിയും എല്ലാം 10 വർഷമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി പിണങ്ങിപ്പോയി. 1 വർഷത്തോളം ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1-ാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പുള്ളിക്കാരി തിരിച്ചു വന്നു. ഇപ്പോൾ മദ്യപാനം ഉണ്ടായിരുന്നു, മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, എല്ലാം നിർത്തി കഴിഞ്ഞപ്പം പുള്ളിക്കാരി ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. പിന്നെ ഇവിടെ ഭാര്യ വീട്ടുകാർ ഞങ്ങളോട് വലിയ താല്പര്യം, ഞങ്ങളെ ആരെയും കയറ്റുമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കും വലിയ കാര്യമായി, വീട്ടുകാർ സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ 2 കിഡ്നിക്കും കംപ്ലയിൻറ്റ്, 1 കിഡ്നി പോയായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി തൈലവും പത്രവും ഉപ്പും എല്ലാം കൊണ്ട് കൊടുത്ത് പുള്ളിക്കാരിയോട് പറഞ്ഞു. പുള്ളിക്കാരിക്ക് തൈറോയിഡിൻ്റെ ഇതുകൊണ്ടായിരുന്നു. ഇപ്പം ഇതിൽ പുള്ളിക്കാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് 2ാമത്തെ ഉടമ്പടി പകുതി ആയപ്പോഴത്തേനും കിഡ്നിയുടെ ആളെ കിട്ടി. പിന്നെ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് 18 ലക്ഷം രൂപ കൊടുത്തു. നാട്ടുകാരെല്ലാം കൂടെ കൊടുത്ത് അതിൻ്റെ ചെക്കപ്പിന് ചെന്നപ്പം തൈറോയ്ഡെന്ന് പറഞ്ഞാൽ മരുന്ന് വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന തൈറോയ്ഡ് രോഗം മാറിപ്പോയി. ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കണം, ഇങ്ങനെ ഒരു അസുഖം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ വന്ന് ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ 6 മാസം കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വരും. ഭാര്യ പിതാവ് IC കിടക്കുമായിരുന്നു. 15% ഡോക്ടർ ഗ്യാരണ്ടി പറഞ്ഞുള്ളൂ. ഞാൻ IC കയറി കാശുരൂപമായിട്ട് കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മൈച്ചൻ്റെ മേലാഴിയെല്ലാം മാറി വാർഡിലോട്ട് മാറ്റിയായിരുന്നു. അതുപോലെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഹിന്ദു അമ്മ കിഡ്നിയും പോയി, ഒരു യൂട്രസും പോയി, അവിടെ നിന്ന് കരഞ്ഞു പോയി വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നപോലെ കൃപാസനപ്പള്ളിയിൽ കൊണ്ടുപോകാം. അന്നേരം പുള്ളിക്കാരി പറഞ്ഞു പിറ്റേ ദിവസം ഓപ്പറേഷന് പോകണ്ട, ഡേറ്റ് കിട്ടിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാണെങ്കിലും വരാൻ പറയും.
അതിന് പുള്ളിക്കാരൻ്റെ അനിയൻ്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഞാനിവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. പിറ്റേ ദിവസം അഡ്മിറ്റ് ആകാൻ ചെന്നു. ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആകേണ്ട, ഷുഗർ കൂടുതലല്ല, അതുകൊണ്ട് പറഞ്ഞു. അത് 2 പ്രാവശ്യം ചെന്നപ്പോൾ കഴിഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു പ്രാർത്ഥനയുടെ ഇതുകൊണ്ടാണ് എന്തോ ആണ് അമ്മച്ചി അത് ഓപ്പറേഷൻ ചെയ്യേണ്ടത്, ഇപ്പം മരുന്നേ മാറിപ്പോകുന്നു. എന്നിട്ട് എന്നോട് വന്ന് കൂടെ നന്ദി പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ദൈവമൊന്നുമല്ല, ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും നാൾ ഈ പള്ളിയിൽ ഞാൻ ഉടമ്പടി എടുത്ത് മുന്നോട്ട് ജീവിക്കും.